BJP CPM ഒത്തുതീർപ്പിന്റെ ഭാഗമായ അന്വേഷണത്തിന് മുമ്പ് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടും, ഇതെങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതും അസഫ് അലി ഇപ്പോൾ പറഞ്ഞതും കൂടി കൂട്ടി വായിച്ചാൽ ഈ അന്വേഷണം തന്നെ മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും രക്ഷപ്പെടുത്താനുള്ള അടവാണ്. അഴിമതി നിരോധനത്തിൽ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കമ്പനി നിയമത്തിന്റെ പരിധിയിലേക്ക് അന്വേഷണം മാറ്റുക. കമ്പനി നിയമത്തിന്റെ പരിധിയിൽ വ്യക്തമായി പറയുന്നു, വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തുക സാധ്യമല്ല. അരുൺകുമാർ. മിസ്റ്റർ ഡോക്ടർ അരുൺ, ഇവിടെ ആസഫ് അലി സാറ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്, മുൻ DGP ആണ്, ഞങ്ങളെല്ലാം വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ആന മണ്ടത്തരമാണെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ മോൾ ഒരു പബ്ലിക് സർവൻ്റ് ആണോ? അദ്ദേഹം ഇവിടെ വായിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പബ്ലിക് സർവൻറ്റിന് വേണ്ടി വാങ്ങിച്ചു എന്ന് ഇതുവരെ ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏതെങ്കിലും ഒരു പരാമർശം ഇല്ലല്ലോ. വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഇതുവരെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം 13(1)B ആ സെക്ഷൻ എടുത്ത് വായിച്ചതാണ്. അത് വായിച്ച ആർക്ക് മനസ്സിലാവും? അത് വേറെ. ഒരു പബ്ലിക് സർവന്റ് ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗലായിട്ട് ഇല്ലീഗൽ ഗെയിന് വേണ്ടി പണം കൈപ്പറ്റുകയോ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും മേടിക്കുകയോ വരവിൽ കവിഞ്ഞ സ്വത്ത് ആർജിക്കുകയോ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം നടത്തുകയോ ഒക്കെ ഒരു പബ്ലിക് സർവന്റ് ചെയ്താൽ വരുന്ന ഒഫൻസ് ആണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഉണ്ടെന്നിരിക്കട്ടെ, അത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കൃത്യമായി പരിഗണിച്ചല്ലോ ആസഫ് അലി സാറെ. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇത് നിൽക്കില്ലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ? അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ചില്ലേ? ഹൈക്കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ ഈ കേസ് നിൽക്കുമെന്ന്? ആ ഹൈക്കോടതിയിൽ പരാതിക്കാരൻ മരിച്ചു പോയത് കൊണ്ട് അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഹൈക്കോടതിയിൽ അതിൽ പരാതിക്കാരൻ മരിച്ചു പോയത് കൊണ്ട് അതിന്റെ ലീഗാലിറ്റി ഒന്ന് പരിശോധിച്ച് നിൽക്കുകയല്ലേ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിയെ കോൺഗ്രസ് ഇതുവരെ ഒരു കേസ് കൊടുക്കാത്ത ഈ വിഷയത്തില്? താങ്കൾ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നില്ലേ? ഇത്ര മാസങ്ങളായില്ലോ ഈ വിഷയത്തിൽ 13(1)B നിൽക്കും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി ഏതെങ്കിലും കോടതിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തായിരുന്നു മടി? എന്തിയെ നിങ്ങൾ കൊടുക്കാത്ത? നിങ്ങൾക്കറിയാം നിയമപരമായിട്ട് ഇതൊന്നും നിൽക്കില്ല എന്ന്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ ഇവിടെ സെറ്റിൽമെന്റ് ആണ് BJPയും CPM എന്ന് പറയാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കാൻ UDFന്റെ നേതാക്കന്മാരും UDFന്റെ അഭിഭാഷക സംഘടനയുടെ നേതാക്കന്മാരും മനഃപൂർവ്വം ഇറങ്ങി തിരിഞ്ഞിരിക്കുകയാണ്. ഇത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ കുറെ കണ്ടതാ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കുറെ കണ്ടതാ. അതിനുശേഷം 3 വർഷം കഴിഞ്ഞു, നിങ്ങൾ പോയില്ലല്ലോ ഇതുവരെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ശരിയായ തരത്തിൽ നടത്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയില്ലല്ലോ എങ്ങും. ഇന്ന് നിങ്ങൾ പത്രക്കാരെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞിട്ട് എന്ത് അന്വേഷണം ഇപ്പൊ ഈ കമ്പനി ആക്ട് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അഫയേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാ. ഏതെങ്കിലും തരത്തിൽ മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ മറ്റു തരത്തിൽ ഗുരുതരമായി കമ്പനി ആക്ടിൽ പറയുന്ന വകുപ്പുകളൊന്നുമല്ല. ചുമ്മാ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ. അതെന്താണ്? അത് ആദ്യം ഞാൻ പറഞ്ഞു, ഗൗരവത്തിൽ ജനങ്ങൾ കേൾക്കേണ്ടതാണ്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ശ്രീ ഷോൺ ജോൺ കൊടുത്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കമ്പനി ലോയുടെ അതോറിറ്റിക്ക് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അത് ഹൈക്കോടതി പരിഗണിക്കുകയാണ് നാളെ കഴിഞ്ഞ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 1 മിനിറ്റ്. അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കമ്പനി ലോയുടെ അഖിലേന്ത്യാ അതോറിറ്റി അന്വേഷിച്ചു എന്ന് വരുത്തുന്നതിന് പകരം ഞങ്ങൾ അങ്ങ് അന്വേഷിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള KSDC കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജനുവരി മാസം 3-ന് തന്നെ മറുപടി അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തരത്തിൽ ഇപ്പൊ 206 പ്രകാരം എൻക്വയറിയിലാണ് ബാംഗ്ലൂരിലെ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം നടത്തി എന്ന് പറയുന്നത്. 206 എന്താണ്? ഡോക്യുമെന്റുകൾ പരിശോധിക്കുക എന്ന് മാത്രമാണ്. 4 വർഷം മുമ്പ് രേഖകൾ കൊടുത്തതിൽ നിന്നാണ് എക്സാലോജിക്കിന് ഡോക്ടർ അരുൺ ഒഫൻസസ് കമ്മിറ്റി അവിടെയും ഗുരുതരമായിട്ടുള്ള വിഷയം ഹിയർ ദി അതർ സൈഡ് ഇല്ല. 2020 മുൻപ് കൊടുത്ത രേഖകൾ 2023 ഏകപക്ഷീയമായി രജിസ്ട്രാർ ഓഫ് കമ്പനി മാത്രം പരിശോധിക്കുക. അവിടെയും ഈ എക്സാലോജിക് കമ്പനിക്കോ അതിന്റെ തലവന്മാർക്കോ രേഖകൾ പരിശോധിച്ചപ്പോഴാണല്ലോ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ 3 ഇൻസ്പെക്ടർമാരുടെ കേൾക്കും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് അസഫ് അലി സൂചിപ്പിച്ച നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയം പ്രേക്ഷകർ മറന്നുപോയെങ്കിൽ അവരുടെ ഓർമ്മപ്പെടുത്തലിന് കൂടി പറയട്ടെ. 48-ാമത്തെ പേജിൽ Debate with Arun Kumar.